This program brought to you by Lucky Center and Lucky Department Store, Ajuman. നമസ്കാരം. അവർ ടി വി 24/7 ഇന്ന് നമുക്ക് ആരാധ്യനായ വളരെ ലോകം തന്നെ ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ പാട്ടെഴുത്തുകാരൻ അദ്ദേഹത്തെയാണ് കിട്ടിയിരിക്കുന്നത്. സർ നമസ്കാരം. നമസ്കാരം. സർ, ഇവിടെ സാറിൻ്റെ അടുത്തൊരു പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ടല്ലോ, കാവ്യ നടനം. അതെ, 8 ഡിസംബർ 8. ആ കാവ്യ നടനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ ഷാർജ ബുക്ക് ഫെയറിലാണ് വന്നിരിക്കുന്നത്. ഇതും അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇതാണല്ലോ അതിൻ്റെ എല്ലാം ഗർഭഗൃഹം. അതെ, അതിൻ്റെ അല്ലേ, കാവ്യ നടനം നടക്കണമെങ്കിൽ ആദ്യമേ കവിത എഴുതണം. അതെ. അപ്പോൾ അതിന് തുടർച്ച തീർച്ചയായിട്ടും അതിന് ആദ്യത്തെ കൊടികയറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് പിന്നാലെയാണല്ലോ ഇതിന് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതിയ കവിതകൾ നമ്മൾ സ്ഥിരമായി വായിക്കുന്നതിനപ്പുറത്തേക്ക് പുതിയ കവിതകൾ ഇറക്കുന്നതും അതൊക്കെ. ഇത് ഈ കാവ്യ നടനത്തിൽ ചെയ്യാൻ പോകുന്നത് പുതിയ കവിതകളാണോ? അല്ലല്ല, മിക്കവാറും പഴയത് പുതിയതിലേക്ക് എനിക്കറിയില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട്, അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാര്യം നമ്മളിപ്പോൾ ഒരേ തലമുറ മാത്രം പോരില്ല. പുതിയതിനെ ഒന്നാമത് ഇപ്പോൾ 2 തലമുറ തമ്മിൽ ഉള്ളൊരു ശീതസമരം ഉണ്ടല്ലോ. ഈ പഴയ ആൾക്കാർക്ക് പുതിയതിനോട് ഒരു അത്ര അസുഖമില്ല. പുതിയ ആൾക്കാർക്ക് പഴയതിനോട് താല്പര്യം. പക്ഷേ പുതിയ ആൾക്കാർ വായിക്കുന്നുണ്ട്. പഴയ ആൾക്കാർ ഇത് വായിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി ഞാൻ രണ്ടും വായിക്കുന്ന ആളാണ്. ഈ ചിന്താഗതിയുടെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടെ ഓപ്പണായിട്ട് വളരെ. അത് മാത്രമല്ല, ഇപ്പോൾ പഴയ കാലമല്ലോ, പണ്ടത്തെ ഇപ്പോൾ വലിയൊരു മഹാഗ്രന്ഥമൊന്നും വായിക്കാൻ നമുക്ക് സമയമില്ല. അത് ചെറുതായിട്ട് പറയുക. അപ്പം ഏറ്റവും പുതിയൊരു ഇത് വെച്ചാൽ ദേശീയ മൃഗവും ദേശീയ ഗാനവും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? ആരും ചോദിക്കാതെ ചോദ്യമാണ്. എന്ത് ചെയ്യും നമ്മൾ? ദേശീയ ഗാനത്തിനെ വന്ദിക്കണോ, ജീവനെ പിടിച്ചോടണം? ചിന്തകൾ ഭയങ്കരമായിട്ട് മാറി വരുന്നുണ്ട്. അതതിൻ്റെ ഒരു. പക്ഷെ നമുക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നില്ല എന്നുള്ള പുസ്തകങ്ങളുടെ പുറകെ. കാര്യം ലോകത്തിൻ്റെ മാറ്റം ഇതിലും നടക്കുന്നുണ്ടെന്നറിയാൻ ഉള്ളൊരിതുണ്ടല്ലോ. അപ്പം അല്ലാണ്ട് നമ്മൾ സ്റ്റക്കായിട്ട് അവിടെ കിടന്നാലേ കുഴപ്പം. അത് വേണം, അതിൻ്റെ ഒരു ബേസ് നമുക്ക് വേണം, വേണമെന്നല്ല. പക്ഷെ അതിൽ നിന്നുകൊണ്ട് തന്നെ ഈ 2 തലമുറയെ അങ്ങനെ യോജിപ്പിക്കാം എന്നൊരു ദൗത്യം എനിക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങേപ്പോലുള്ളവർക്ക് അത്തരം കാര്യങ്ങളിലാണല്ലോ കൂടുതൽ. പിന്നെ അതെ, ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഈ പഴയ ഇതിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും പുതിയ സാധനം ഞാൻ വായിച്ചതെല്ലാം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ശീതസമരം ഉണ്ടാവുമല്ലോ. ഒരുത്തിന് വേറൊരു നന്നാകുന്ന ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ച് മലയാളികൾക്ക്. പിന്നെ ഈ കാവ്യ നടനത്തിലേക്ക് എത്തിപ്പെടാൻ അതല്ലെങ്കിൽ അതുമായിട്ടുള്ള എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വെറുതെ രാജീവ് പിള്ളയാണ് അതിൻ്റെ. രാജീവ് പിള്ള ഫ്രണ്ട്സ് ആണല്ലോ മെയിൻ. അതെ. പിന്നെ 1-2 വേറെ കൂട്ട്. രാജീവുമായിട്ടുള്ള ഒരു ഇപ്പിൽ ഇങ്ങനെ ആലോചിച്ച കാര്യമാണ്. കാര്യം എല്ലാവരും ഇതിനെ ഇങ്ങനെ അവഗണിച്ചു വിടുകയാണല്ലോ പൊതുവെ. അപ്പോൾ കവിത വായനയില്ലായ്മയുടെ കുഴപ്പമാണ് ശരിക്കും. അത് ഇത് മറ്റേതങ്ങനെയല്ല. പാട്ട് കേൾക്കാനും പാട്ടിൻ്റെ ഈണവും അതിലും തുള്ളാനും ഒക്കെ ആൾക്കാർക്ക് താല്പര്യമുള്ള പോലെ അതങ്ങനെയല്ല. ഇതിനും വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നൊരു ബോധ്യപ്പെടുത്തൽ ഓരോരുത്തരുടെ ദൗത്യമാണല്ലോ. അതിൽ മകളും എൻ്റെ അത് ജയരാജൻ്റെ ഇന്ദുലേഖ അത് പാടുന്നതാണ്. ഇന്ദുലേഖ വാര്യർ വരുന്നത് ജയരാജ്. പിന്നെ ഇന്ദുലേഖയുടെ കുട്ടിയും അതിലുണ്ടെന്ന് തോന്നുന്നു. അവരെ ഒരുമിച്ച് വരുന്നത്. അതെ. അപ്പം ഇതിൻ്റെ ഒരു ക്ലാസിക്കൽ ഒരു ഡൈവേർഷൻ എന്ന് പറഞ്ഞാൽ അവരൂടെ പങ്കെടുക്കുന്നു. ഏറ്റവും മനോഹരമായ ഒരു ഈവന്റ്. അതെ, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. രാജീവ് എന്നോട് പറഞ്ഞു, ചേട്ടൻ വരുന്നുണ്ട്, ചേട്ടനോട് സംസാരിക്കണമെന്ന്. രാജീവിനെ മനസ്സിലാവും. പക്ഷെ അങ്ങനെ ഒരു താല്പര്യം ഒരാൾക്ക് ഉണ്ടെന്നൊക്കെ അറിയുമ്പോഴേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് കവിത, ഈ കവിത വായിച്ചെടുക്കുക ഇന്നത്തെ പറഞ്ഞ വളരെ അപൂർവം പേര് അതിനോട് മെനക്കെടും. പക്ഷെ ആ മെനക്കേട് എങ്ങനെ കുറയ്ക്കാം, ഇതിൽ ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ട് അവരിൽ എങ്ങനെ ഇതിലേക്ക് ആകർഷിക്കാന്നുള്ളൊരു ദൗത്യം നമുക്കൊക്കെ ഉണ്ട്. ഏതായാലും ഇത്രയും സമയം ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ഷെയർ ചെയ്ത് അവർ ടി വി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സുഖമുണ്ട്. ഞാനും അതിനകത്ത് ഇപ്പം എൻ്റെ കൂടെ ആണെന്നൊരു ബോധം എനിക്കുണ്ടായി. തീർച്ചയായിട്ടും മൈ ടി വി യുവർ ടി വി അല്ല, അവർ ടി വി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനും അതിനകത്ത് ഒരു തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ അക്കാഫിന്റെ സ്റ്റാളിൽ നമ്മളിങ്ങനെ വന്ന് ഈ പുതിയ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കും. ഏതായാലും അക്കാഫും ചെയ്യുന്നുണ്ടല്ലോ. അക്കാഫ് പുതിയ എഴുത്തുകാരെ കണ്ടുപിടിക്കുന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പം 1000 എഴുത്തുകാരെ കണ്ടെടുത്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നിസ്സാര കാര്യമല്ല, ചെയ്യേണ്ട കാര്യമില്ല അക്കാഫ്. പക്ഷെ അക്കാഫ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. എനിക്ക് ഇവിടുന്ന് ഒന്നുമില്ല, ഒറ്റ വരിയിൽ എടശ്ശേരിയുടെ ഒരു വരിയാണ്. ഇടയ്ക്കു കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം. അതായത് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, കാലഘട്ടം കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഓട്ടോഗ്രാഫുകളും കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. ഓട്ടോഗ്രാഫിൻ്റെ ഗുണമുണ്ട്, ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഈ ഓട്ടോഗ്രാഫിൻ്റെ പക്ഷേ ഒരു റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ആ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന
കൂട്ടുകാർ മാത്രമേ അല്ലെങ്കിൽ കൂട്ടുകാരികൾ മാത്രമേ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുകയുള്ളൂ. ഇതിപ്പോൾ ഒരു ക്യാമ്പസിൻ്റെ ഓട്ടോഗ്രാഫ് എന്നുള്ള രീതിയിലാണ് എൻ്റെ കലാലയം സീരീസ് വരുന്നത്. ഒരു ക്യാമ്പസിനെ കുറിച്ച് വിവിധ കാലഘട്ടങ്ങളിൽ പഠിച്ചിരുന്നവർ അവരുടെ ഓർമ്മകൾ എഴുതുന്നു, അവരുടെ കാലഘട്ടത്തെ തൊട്ട് അവരുടെ പ്രണയം, വിരഹം, സമരം, കലാപം ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ എൻ്റെ കലാലയം സീരീസ് എന്ന് പറയുന്നത് നിരവധി ഓട്ടോഗ്രാഫുകളാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും വരുന്നത്. ഫെബിൻ പറഞ്ഞതുപോലെ നിരവധി എഴുത്തുകാരുണ്ടാകുന്നു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇവർ കുട്ടികളുടെ കണക്കെടുക്കും. ഇവിടെ രാവിലെ കുട്ടികളാണ് ഇവിടെ വരുന്നത് എന്ന് പറയും. അപ്പോൾ അവർ 35,000 40,000 കുട്ടികൾ ഒരു ദിവസം ഇവിടെ വന്നു പോകുന്നു. അപ്പോൾ ഇൻറ്റു 10 അല്ലെങ്കിൽ ഇൻറ്റു 12 എടുക്കുമ്പോൾ അത്രയും പേരുണ്ട്. അതിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് 10-15% പുതു എഴുത്തുകാരെയാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എഴുത്തുകാരുണ്ടായിരുന്നവർക്ക് പോലും എഴുതാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നു. പുതിയ എഴുത്തുകാരെ ഞങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ പുതിയ എഴുത്തുകാർ ക്യാമ്പസിനെ കുറിച്ച് എഴുതുമ്പോൾ സംഭവിക്കുന്നത് ഓർമ്മകൾ മരിക്കാതെ നിലനിൽക്കും എന്നതാണ്. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ആശയം. അടുത്തത് എന്താണ് നിങ്ങളുടെ അടുത്ത നമ്മുടെ ഷാർജ ബുക്ക് ഫെയറിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുമല്ലോ? നേരത്തെ പറഞ്ഞൊന്ന് ഞാൻ തുടരാം. കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 21 ബുക്കുകളാണ് നമ്മൾ ഇറക്കിയത്. അതിൽ ഏകദേശം 1000-ഓളം എഴുത്തുകാരെയാണ് നമ്മൾ സൃഷ്ടിച്ചത്. നമ്മൾ സൃഷ്ടിച്ചത് എഴുത്തുകാരെയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. അതിൽ നിന്നും ഏകദേശം 15ഓളം പേർ അവരുടെ വ്യക്തിഗത പുസ്തകങ്ങളുമായിട്ട്, ഇൻഡിവിജ്വൽ ബുക്കുകളുമായിട്ട് ഈ മേളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 25ഓളം ബുക്കുകൾ ഇറക്കാൻ വേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ ഞങ്ങളുടെ ടോട്ടൽ റൈറ്റേഴ്സിൻ്റെ എണ്ണം 3000 കവിയും. അപ്പോൾ അതിനകത്തുള്ള ഒരു 10% റൈറ്റേഴ്സ് വന്നുകൊണ്ട് തന്നെ അത് ഈ മേളയ്ക്ക് സാഹിത്യ ലോകത്തിനും പ്രത്യേകിച്ച് പ്രവാസ സാഹിത്യ ലോകത്തിനും ഒരുപാട് വിഷയങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ബുക്കുകളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മെമ്പേഴ്സ് ഈ ബുക്കുകളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കാപ്പ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഘടനയാണ്. ഏതാണ്ട് 80,000 പേരുള്ള 85ഓളം കോളേജുകൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ സംഘടനയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇത്രയും ഒരു 21 ബുക്ക് ആണ് ഈ വർഷം ഇറക്കാൻ പറ്റുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഊഹിക്കാം 85ഓളം കോളേജുകളുണ്ട്. 10ഓളം നമുക്ക് ഇതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ അടുത്ത ഒരുങ്ങുന്നത്.